ഇഷ്ടപ്പെട്ടു. അപ്പം തിരുവല്ലായിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നതാ സിനിമ കാണിക്കാൻ വേണ്ടി. ഉഗ്രൻ സിനിമ എന്ന് പറഞ്ഞാൽ മോഹൻലാലിനെ അങ്ങ് തൊഴുതു പോകും. അതുപോലത്തെ ശരിക്കും എന്തോ അഭിനയം, പഴയ അഭിനയമൊന്നല്ല, അതിനേക്കാളൊക്കെ ഓവർ ആൻഡ് ഓവർ. അയ്യോ എന്നാ പറയാനാ, ഇത്രയും ഉഗ്രനായിട്ടൊരാൾ മോഹൻലാലിനെ അങ്ങ് തൊഴുതു പോണ്. പറഞ്ഞ സിനിമയുടെ പേര് തന്നെ മറന്നുപോയി. ലാലേട്ടൊരു സിനിമ ഉണ്ടായിരുന്നു തൊട്ടടുത്ത. പിന്നെ മോഹൻലാലിൻ്റെ പിന്നെ അറിഞ്ഞൂടാത്ത എന്താണ്, കൊള്ളാം. ഇനി തുടരും ഈ സിനിമ, ഇനി അടുത്ത ഘട്ടവും കൂടെ കാണട്ടെ. ലാലേട്ടൻ ഒന്നും പറയല്ലേ, തുടരും, പുള്ളി തന്നെ തുടരണം. എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്ക് ആസ്വദിക്കാൻ കഴിയുന്ന നല്ലൊരു ഫാമിലി മൂവി. നല്ല പടം, നല്ല പടം, നല്ല പടം. നല്ലതായിരുന്നു. കുറേ കാലങ്ങൾക്ക് ശേഷം ലാലേട്ടൻ അഭിനയിക്കുന്നത് കണ്ടായിരുന്നു. കുറേ ആയിട്ട് നമുക്ക് പഴയ പോലെ ലാലേട്ടനെ കാണാൻ പറ്റിയിരുന്നു. എനിക്ക് കാണാൻ പറ്റിയിരുന്നു. എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയാം. എമ്പുരാൻ കണ്ട് മോഹൻലാലിനെ വെറുത്താണ് ഞാൻ. ഇപ്പോൾ തിരിച്ച് മോഹൻലാലിനെ കിട്ടിയെന്ന് തോന്നി. സൂപ്പർ നല്ല പടം, അടിപൊളി മൂവി, നല്ല മൂവി, നല്ല അടിപൊളി പടം, അടിപൊളി. നല്ല ഫിലിമായിരുന്നു. കൊള്ളാം, നല്ല പടം, നല്ല സിനിമ. കിട്ടില്ല പടം, ഒരു രക്ഷയില്ല, എല്ലാവരും കാണണം. മലയാള പ്രേക്ഷകർ മൊത്തം കാണേണ്ട ഒരു പടമാണത്. കിട്ടില്ല മോഹൻലാലിൻ്റെ കംബാക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം. ഫുൾ ഒരു പാക്കേജ്. തരുൺ മൂർത്തിയുടെ ഒരു അസാമാന്യ ഡയറക്ഷൻ, വൺ സ്ക്രിപ്റ്റ്, കിട്ടില്ല, ഒന്നും പറയാല്ല. നല്ല പടമായിരുന്നു, എക്സലന്റ്. ഇന്നലെ വന്ന് കണ്ട സിനിമയാണ് ഉഗ്രൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം മോഹൻലാലല്ലേ. കണ്ടിട്ടും മതിയായില്ല, ഇനി ഒരു 10 പ്രാവശ്യം കാണണമെന്നുണ്ട്. അത്ര ഇഷ്ടപ്പെട്ടു. അപ്പം തിരുവല്ലായിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നതാ സിനിമ കാണിക്കാൻ വേണ്ടി. ഉഗ്രൻ സിനിമ എന്ന് പറഞ്ഞാൽ മോഹൻലാലിനെ അങ്ങ് തൊഴുതു പോകും. അതുപോലത്തെ സിനിമ. പറഞ്ഞ സിനിമയുടെ പേര് തന്നെ മറന്നുപോയി. ലാലേട്ടൊരു സിനിമ ഉണ്ടായിരുന്നു തൊട്ടടുത്ത, അതിൻ്റെ പേര് തന്നെ. ശരിക്കും എന്തോ അഭിനയം, പഴയ അഭിനയമൊന്നല്ല, അതിനേക്കാളൊക്കെ ഓവർ ആൻഡ് ഓവർ. അയ്യോ എന്നാ പറയാനാ, ഇത്രയും ഉഗ്രനായിട്ടൊരാൾ മോഹൻലാലിനെ അങ്ങ് തൊഴുതു പോണ്. ഇനി ഒരുപാട് കൂടെ കാണും, അപ്പോഴേ കംപ്ലീറ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. തിരുവല്ലയിൽ ചെന്ന് 2 പ്രാവശ്യം കാണും. അമ്മ പോവാ നാളെ, ഇത് കാണാൻ വേണ്ടി വന്നതാ. ശരി, ഇന്നലെ ഞാൻ കണ്ടു, ഇന്ന് അമ്മയെ കൊണ്ടുവന്നു. ഇനി തിരുവല്ലയിൽ ചെന്ന് പിന്നെ മോഹൻലാലിൻ്റെ കടപ്പുറയുള്ള തിയേറ്ററില്ലേ, അവിടെ പോയി കാണും. നല്ല സിനിമയായിരുന്നു. നല്ല സിനിമ, കൊള്ളാം, സൂപ്പർ, അടിപൊളി. നല്ല പടമായിരുന്നു. താങ്ക് യു. വളരെ നല്ല പടമായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു ഓണസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് നാളിന് ശേഷം ഭയങ്കര നല്ലൊരു മൂവിയാണ്, ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇറ്റ് വാസ് വെരി ഗുഡ് ടു വാച്ച് ഹിം ലൈക്ക് ദിസ് ആഫ്റ്റർ എ വെരി ലോങ് ടൈം. മാസില്ല, മസാലയില്ല, സ്വാഗില്ല, ബട്ട് എവറിബഡി ആസ് എ വെരി ഹ്യൂമൻ ബീങ് ലാലേട്ടനെ ഇങ്ങനെ കാണാൻ ഒത്തിരി സന്തോഷമുണ്ട്. സോ ഹാപ്പി. കൊള്ളാം, കുഴപ്പമില്ല, നല്ല സിനിമ, കൊള്ളാം, നല്ല പടം. നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. കുറേ നാൾക്ക് ശേഷം അങ്ങനെ കാണണേ, ഹാപ്പിയാണ്, നല്ല രസമുണ്ട്. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു, സാറ്റിസ്ഫൈങ് ആണ്. ഒരുപാട് നാൾക്ക് നല്ല സിനിമയായിരുന്നു, കുടുംബമായിട്ട് കാണാൻ പറ്റിയ സിനിമയാണ്. അതുപോലെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പഠിച്ചത് മനസ്സിലാക്കേണ്ടതുമാണ്. പിന്നെ മോഹൻലാലിൻ്റെ പിന്നെ അറിഞ്ഞൂടാത്ത എന്താണ്, കൊള്ളാം. ഇനി തുടരും ഈ സിനിമ, ഇനി അടുത്ത ഘട്ടവും കൂടെ കാണട്ടെ എന്ന് ആഗ്രഹിക്കും. ഇങ്ങനെയുള്ള മോഹൻലാലാണ് മലയാളികൾക്ക് ഏറ്റവും വേണ്ടത്. കുട്ടികളും കുടുംബമായിട്ട് എല്ലാം കാണേണ്ട നല്ല സൂപ്പർ സിനിമയാണ്. നല്ല പടമായിരുന്നു, കുഴപ്പമില്ല, നല്ല പടമാണ്, നല്ല പടം. ലാലയുടെ സൂപ്പർ. നന്നായിട്ടുണ്ട്, കൊള്ളായിരുന്നു. എല്ലാവർക്കും ഏജ് ലിമിറ്റോടെ എല്ലാവരും കാണാം, എല്ലാവരും കാണണം. സൂപ്പറായിരുന്നു ബ്രോ, സൂപ്പർ, രക്ഷയില്ല. നല്ല സിനിമ, സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു ലാലേട്ടൻ്റെ. ഒരുപാട് നാൾ കഴിഞ്ഞിട്ട് ഒരു ഫാമിലി ഫിലിം. അടിപൊളിയായിരുന്നു, അടിപൊളിയായിരുന്നു. അടിപൊളി. എക്സലന്റ്, ഒന്നും പറയാനില്ല. ലാലേട്ടൻ ഒന്നും പറയല്ലേ, തുടരും, പുള്ളി തന്നെ തുടരണം. കിടിലം മൂവി. നല്ല സിനിമയാ, നല്ല മൂവി, നല്ല പടമായിരുന്നു. വളരെ നന്നായിട്ടുണ്ട്. ലാലേട്ടൻ വളരെ മികച്ച രീതിയിലുള്ള ഡയറക്ഷൻ ആയാലും മ്യൂസിക് ആയാലും എല്ലാ തരത്തിലും മികച്ച ഒരു സിനിമയാണ്. എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്ക് ആസ്വദിക്കാൻ കഴിയുന്ന നല്ലൊരു ഫാമിലി മൂവി.